ബിഗ് ബോസ് മലയാളം സീസൺ 8 അഗ്നിപരീക്ഷ നാളെ തുടങ്ങാൻ പോവാണ്. സോ അതിന് മുമ്പായിട്ട് നമ്മുടെ ജഡ്ജസുമായിട്ടുള്ള ചില അഭിമുഖങ്ങളൊക്കെ ഏഷ്യാനെറ്റിൽ വന്നിട്ടുണ്ട്. സോ അത്തരത്തിൽ വന്നൊരു അഭിമുഖം, ആ അഭിമുഖത്തിൽ നമ്മുടെ അഖിൽ മാരാറാണ് സംസാരിക്കുന്നത്. അപ്പോൾ അഖിൽ മാരാർ അതിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി, ആ ഒരു ജഡ്ജായിട്ട് തന്നിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതിന് ഏഷ്യാനെറ്റിനോടൊക്കെ ഭയങ്കരമായിട്ട് നന്ദി പറയുന്നുണ്ട്. ഏറ്റവും മികച്ച ആളുകളെ തന്നെ ഈ ഒരു കോമണേഴ്സിൽ നിന്ന് പിക്ക് ചെയ്യാനും അവരെ ഷോയിലേക്ക് വിടാനുമാണ് ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ അങ്ങനെ പോകുന്ന ഒരാളാണ് ജയിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൽ ഭയങ്കര സന്തോഷമുണ്ട് എന്ന് അഖിൽ മാരാർ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അഖിൽ മാരാർ പറയുന്നുണ്ട്, ഭയങ്കരമായിട്ട് സ്ട്രിക്റ്റ് ആയിട്ടാണ് അവർ ഈ ഒരു അഗ്നിപരീക്ഷ നടത്തിയിരിക്കുന്നത്. അഖിൽ പറഞ്ഞ അതിനകത്തൊരു ഡയലോഗ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഒരേ സമയത്ത് ഞാൻ അവരുടെ അടുത്ത് ഭയങ്കര ടഫാവുകയും അതേ സമയത്ത് തന്നെ അവരുടെ അടുത്ത് എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ് ഫാക്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഷോയ്ക്ക് അത് ഭയങ്കര ഗുണമാണ്. അതുകൊണ്ട് ഞാൻ അതിനെയും പുറത്തു കൊണ്ടുവരാനായിട്ട് ശ്രമിക്കും. പിന്നെ അഖിൽ പറയുന്നത്, അതോടൊപ്പം തന്നെ ഞാൻ അവരുടെ അടുത്ത് ചിലപ്പോൾ ചോദിക്കും, നിങ്ങൾക്ക് സീസൺ 5 ഏതെങ്കിലും ഒരു പോയിന്റിൽ അഖിൽ മാരാറിൻ്റെ ഓപ്പോസിറ്റ് നിങ്ങൾ നിന്നിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ നിന്നിരുന്നു എങ്കിലെന്ന് തോന്നുകയാണെങ്കിൽ, ഞാൻ അയാളെ കീഴ്പ്പെടുത്തിയേനെ എന്ന് തോന്നുന്ന മൊമെൻ്റ് ഉണ്ടെങ്കിൽ വാ നമുക്ക് സംസാരിക്കാം എന്ന് ഞാൻ പറയും എന്ന് നമ്മുടെ അഖിൽ മാരാർ പറയുന്നുണ്ട്. അപ്പോൾ എന്നെ നിങ്ങൾ പരാജയപ്പെടുത്തുകയാണെങ്കിൽ, സംസാരിച്ച് പരാജയപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു അഡ്വാൻറ്റേജ് ആണ് എന്നാണ് നമ്മുടെ അഖിൽ മാരാർ പറയുന്നത്. ഒരു ചലഞ്ചായിട്ട് അഖിൽ മാരാർ അത് വയ്ക്കുന്നുണ്ട് മുന്നോട്ട്. അഖിൽ പറയുന്നുണ്ട്, അതായത് ഒരു വിന്നറിനെ നിങ്ങൾ പറഞ്ഞ് പരാജയപ്പെടുത്തിയിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ കോൺഫിഡൻസോട് കൂടിയിട്ട് ഒരു വിന്നറിനെ പരാജയപ്പെടുത്തി എന്ന് പറയുന്ന ഒരു കോൺഫിഡൻസോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഷോയ്ക്കകത്തേക്ക് പോകാം എന്ന് അഖിൽ ഭയങ്കര പ്രൗഡായിട്ടൊക്കെ പറയുന്നുണ്ട്. അഖിൽ മാരാർ ബിഗ് ബോസ് മലയാളം സീസൺ 5 വിന്നറാണ് അഖിൽ മാരാർ. ഇപ്പോൾ മത്സരിക്കുന്ന കോമണേഴ്സിൽ 40 പേരിൽ ആരെങ്കിലും അഖിൽ മാരാറിനെ പറഞ്ഞ് പരാജയപ്പെടുത്തി തോൽപ്പിച്ചകത്തേക്ക് പോകുമോ? നമുക്ക് കാത്തിരിക്കാം. എന്താണ് പ്രേക്ഷകർക്ക് തോന്നുന്നത്? മാരാരെ പറഞ്ഞ് തോൽപ്പിക്കാൻ ഈ 40 പേരിൽ ആരെങ്കിലും കാണുമോ? സീസൺ 5 ശരിയാണ്, മാരാർ അടിപൊളി കണ്ടസ്റ്റൻ്റ് തന്നെയായിരുന്നു. അടിപൊളി കണ്ടസ്റ്റൻ്റ് എന്ന് വെച്ചാൽ മാരാറിൻ്റെ ആയുധം ഉറപ്പായിട്ടും നമുക്ക് പറയേണ്ടി വരും, നാക്ക് തന്നെയായിരുന്നു. നാക്ക് കൊണ്ട് തന്നെയാണ് ഫൈറ്റ് ചെയ്തത്. പ്രധാനമായിട്ടും പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ അഖിലിന് കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് അഖിലിൻ്റെ കയ്യിൽ നിന്ന് പോയൊരു സന്ദർഭം സീസൺ 5 എനിക്കത് ഇപ്പോഴും ഓർമ്മയുണ്ട്. അതായത് ആ ഒരു മുണ്ട് കേസ്, ആ സമയത്ത് ഒരു കോടതി നടക്കുന്ന സമയത്ത് ഈ ഒരു കേസ് അവിടെ വന്നു. അത്തരം സന്ദർഭങ്ങളിലൊക്കെ അഖിൽ എനിക്ക് തോന്നുന്നു പിടിച്ചു നിന്നത് ശരിക്കും ആ ഒരു വാക്ചാതുര്യം കൊണ്ട് തന്നെയാണ്. പക്ഷേ അഖിലിനും ഉണ്ട് ചില വീക്ക്നെസ്സുകൾ അല്ലെങ്കിൽ വീക്ക് പോയിന്റ്സ് ഒക്കെ. പക്ഷെ അത് മറ്റുള്ള മത്സരാർത്ഥികൾക്ക് കണ്ടെത്താൻ കഴിയുമോ എന്നുള്ളതാണ്. അഖിലിനെ അവിടെ പോയി പറഞ്ഞ് പരാജയപ്പെടുത്താനൊക്കെ അവർക്ക് കഴിയുമോ എന്നുള്ളതൊക്കെ നമുക്കിനി കണ്ടറിയണം. പക്ഷേ സീസൺ 5 ഒരു കിടിലൻ പ്ലെയർ തന്നെയായിരുന്നു അഖിൽ മാരാർ. അദ്ദേഹത്തിന് അഭിമാനത്തോടെ തന്നെ അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ അവിടെ പറയാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.